പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതകൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 മാർച്ച് മാസം 24-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധികളിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിൻ്റെ രക്തം. പ്രിയരെ, യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായ ജോൺ വെസ്ലിയുടെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം നിങ്ങളുമായി പ്രാരംഭത്തിൽ തന്നെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ജോൺ വെസ്ലി തൻ്റെ ക്രൂസൈഡിന് ശേഷം താൻ വീട്ടിലേക്ക് മടങ്ങിയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ജോൺ വെസ്ലിയുടെ കയ്യിൽ നിന്ന് ആ സമ്പാദ്യം പിടിച്ചു പറിച്ച് ആ കവർച്ചക്കാരൻ തന്നെ വിട്ട് ഓടി അകലുമ്പോൾ ഇരു കരങ്ങളും തട്ടി താൻ ശബ്ദമുയർത്തി പറഞ്ഞു, നീ കൊണ്ടുപോകുന്ന ഈ സമ്പാദ്യം നിന്നെ കുറ്റം വിധിക്കും. ആ സമയത്ത് നീ സമാധാനം പ്രാപിക്കേണ്ടതിനു വേണ്ടി നീ യേശുവിൻ്റെ രക്തത്തിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ആ രാത്രിയിൽ ആ കവർച്ചക്കാരന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. പല പ്രാവശ്യം താൻ ഉറങ്ങുവാൻ ശ്രമിച്ചെങ്കിലും താൻ കവർന്നു കൊണ്ടുവന്ന ആ സമ്പത്ത് തൻ്റെ ഉറക്കം കെടുത്തുകയായിരുന്നു. പെട്ടെന്ന് തൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ ദാസൻ ജോൺ വെസ്ലി പറഞ്ഞ ആ വാക്കുകൾ ഓർമ്മ വന്നു, നിനക്ക് സമാധാനത്തിന് വേണ്ടി നീ യേശുവിൻ്റെ രക്തത്തിൽ പ്രാർത്ഥിക്കണമെന്നുള്ളത്. എന്നെ കേൾക്കുന്നവരെ, ആ രാത്രിയിൽ താൻ മുട്ടുമേലിരുന്ന് യേശുവിൻ്റെ രക്തത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അന്ന് തന്നെ ആ കവർച്ചക്കാരൻ സ്വതന്ത്രനായി തീർന്നു. വലിയ സമാധാനവും സന്തോഷവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അന്നു മുതൽ താൻ യേശുവിൽ വിശ്വസിക്കുകയും താൻ ഒരു ദൈവവൈതലായി തീരുകയും ചെയ്തു. പിന്നത്തതിൽ താൻ ഒരു വലിയ ക്രൂസൈഡിൽ പ്രസംഗിക്കുകയാണ്. ആ ക്രൂസൈഡ് നടത്തുന്ന സംഘാടകരോട് ഒരു വ്യക്തി വന്ന് പറഞ്ഞു, എനിക്ക് ജോൺ വെസ്ലിയെ പ്രത്യേകമായി ഒന്ന് കാണണം. ഇതാ ക്രൂസൈഡിന് ശേഷം തന്നെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് ജോൺ വെസ്ലി വന്നു. ഇതാ ആ വ്യക്തി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല, ചില വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ സമ്പാദ്യം കവർന്നു കൊണ്ടുപോയ കവർച്ചക്കാരനാണ് ഞാൻ. എന്നാൽ ആ രാത്രിയിൽ എനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. ആ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ വലിയ സമാധാനവും എൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരവും ഞാൻ പ്രാപിച്ചു. ഇന്ന് ഞാനൊരു ദൈവവൈതലായി ജീവിക്കുന്നു. അത് കേട്ട് ജോൺ വെസ്ലി കരമുയർത്തി യേശുവിന് നന്ദി പറഞ്ഞു. എന്നിട്ട് താൻ പറഞ്ഞു, യേശുവിൻ്റെ രക്തം ഇന്നും ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇതേപോലെ നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കഴിയാതെ നിങ്ങളും ദൈവത്തിൽ നിന്നകന്ന് ഉറക്കമില്ലാത്ത അനുഭവത്തിലാണോ ജീവിക്കുന്നത്? നിങ്ങൾക്കും ഈ സമയത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ രക്തത്തിലുള്ള സമാധാനവും സ്വാതന്ത്ര്യവും പ്രാപിക്കുവാൻ കഴിയും. കാരണം റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ നാം വായിക്കുവാൻ പോകുന്നു. അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിത്രേ നീതീകരിക്കപ്പെടുന്നത്.
25 വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ. 26 വാക്യം, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്തും തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. പ്രിയരെ, നാം വായിച്ചു കേട്ട വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാപത്തിന്റെ എത്ര വലിയ കുഴിയിലാണ് നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിലും അവന്റെ രക്തത്തിൽ നമുക്ക് പരിഹാരമുണ്ട്. അവന്റെ രക്തത്താൽ നമുക്ക് നീതീകരണം പ്രാപിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ കഴിയും. 1 യോഹന്നാൻ 1 അതിന്റെ 7 വാക്യം പറയുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും യേശുവിന്റെ രക്തത്തിന്റെ ആ വലിയ വില തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5 അതിന്റെ 9 വാക്യം പറയുന്നു, യേശുവിന്റെ രക്തം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഇതാ നാം വായിച്ചു കേട്ട വാക്യത്തിൽ ദൈവം നമ്മോട് പറയാണ്, നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശുവിന്റെ രക്തം. 1 പത്രോസ് 1 അതിന്റെ 18-19 വാക്യങ്ങൾ പറയുന്നു, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന മുതലായ വസ്തുക്കളെ കൊണ്ടല്ല. 19 വാക്യം, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. എത്ര പേർ ഈ വചനത്തിന് ആമേൻ പറയുവാൻ തയ്യാറാകും? എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. എങ്കിൽ വെളിപ്പാട് പുസ്തകം 12-11 വാക്യം പറയുന്നു, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം ശത്രുവിൽ നിന്നും നമ്മെ ജയിപ്പിക്കുന്ന യേശുവിന്റെ രക്തം. പുറപ്പാട് പുസ്തകം 12 അതിന്റെ 13 വാക്യം നാം വായിക്കുമ്പോൾ നമ്മെ സംരക്ഷിക്കുന്ന യേശുവിന്റെ രക്തം. ആ വാക്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. നിങ്ങൾ പാർക്കുന്ന വീടുകളുടെ മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രൈമി ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം നമ്മെ സംരക്ഷിക്കുന്ന യേശുവിന്റെ രക്തം. എബ്രായ ലേഖനം 12 അതിന്റെ 24 വാക്യത്തിൽ പറയുന്നു, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശുവിന്റെ രക്തം ഇന്നും സംസാരിക്കുകയാണ്. നാം ഇതുവരെയും കേട്ടത് യേശുവിന്റെ രക്തത്തിന്റെ വലിപ്പമാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ രക്തം എനിക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുമെന്ന്? അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും എൻ്റെ കൂടെ ചേർന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുത്തൻ അനുഭവം ദൈവം നൽകുവാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ യേശുവിന്റെ രക്തത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളും ഇപ്പോൾ സ്വതന്ത്രരാകട്ടെ കർത്താവേ. ഇവരെ മുൻപോട്ട് വിടാതെ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ രക്തത്തിൽ ഇപ്പോൾ ഒഴിഞ്ഞു പോകട്ടെ കർത്താവേ. ഇവർ സൗഖ്യമാകട്ടെ, ഇവർ വിടുതൽ പ്രാപിക്കട്ടെ, ഇവർ നീതീകരിക്കപ്പെടട്ടെ, ഇവർ ഇപ്പോൾ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കയറട്ടെ. യേശുവിൻ്റെ രക്തത്തിൽ ഇപ്പോൾ ഞാൻ ഈ മക്കളെ എല്ലാം മുദ്ര വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു ബാധയും ഇവരെ കൂടാരത്തിൽ അടുക്കാതെ വണ്ണം ഇവർ ഇപ്പോൾ സുരക്ഷിതരായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രഭാത സന്ദേശം അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, ഒരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും സൂമിൽ നമുക്ക് ആരാധന നടക്കുകയാണ്. അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അതാത് സമയത്ത് തന്നെ ലൈവായി കടന്നു വരുന്നു. നിങ്ങൾക്കും ഈ സൂം ആരാധനയിലേക്ക് കടന്നു വരാൻ കഴിയുന്നതാണ്. നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.